പ്രകൃതി ദുരന്തം കാരണം ഏപ്രിൽ 1 മുതൽ ഇന്ന് വരെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് 15 മരണങ്ങൾ. കഴിഞ്ഞ ഒരു ദിവസം സംസ്ഥാനത്തുടനീളം 3 വീടുകൾ പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചു. 122 വീടുകൾക്ക് ഭാഗികമായ നാശനഷ്ടമുണ്ടായി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമഗ്ര വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, ഇപ്പോൾ ഇന്നുവരെയുള്ള മഴയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കാട്ടാക്കടയിൽ ഉൾപ്പെടെ കനത്ത നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ട് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഗൗതം, ഇന്നലെ മുതലുള്ള റിപ്പോർട്ട്, അതിനോടൊപ്പം തന്നെ ഏപ്രിൽ 1 മുതലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായിട്ടുള്ള വിവരം ലഭ്യമാകുന്നത്. ഇതിൽ 4 കുടുംബങ്ങളിലെ 11 പേരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പ്രധാനമായും കടൽക്ഷോഭം നേരിട്ടിട്ടുള്ള കുടുംബങ്ങളെയാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിൽ 7 പുരുഷന്മാരും 4 സ്ത്രീകളുമാണുള്ളത്. ഇതുകൂടാതെ തന്നെ മറ്റ് ജില്ലകളിലൊന്നും തന്നെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല എന്നാണ് ഇതിൽ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. പക്ഷെ ബാക്കി എല്ലാ ജില്ലകളിലും കാര്യമായ മഴ ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടുകളും എല്ലാം തന്നെ ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വിവരം ലഭ്യമാവുന്നത്, കഴിഞ്ഞ മാസം ഏപ്രിൽ 1 മുതൽ ഇന്ന് വരെ, ഇന്ന് 5 മണിവരെ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 15ഓളം പേരാണ് പ്രകൃതിക്ഷോഭങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മിന്നലേറ്റാണ് 4 മരണം ഉണ്ടായിരിക്കുന്നത്. പിന്നീടുള്ളത് പാറ വീണ് 1 മരണവും, അതിനോടൊപ്പം തന്നെ കടന്നൽ കുത്തേറ്റ് 2 മരണവും, കൂടാതെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 8ഓളം പേരും മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് മൊത്തത്തിൽ 15 പേർ മരണപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഇന്നലെ മുതൽ ഇന്ന് വൈകിട്ട് വരെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവരുടെ എണ്ണം 2 ആണ്. ഇതുകൂടാതെ തന്നെ നാശനഷ്ടം സംഭവിച്ച വീടുകളുണ്ട്. അതിൽ പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ച വീടുകളുടെ എണ്ണം 3 ആണ്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഭാഗികമായി നാശനഷ്ടം സംഭവിച്ച വീടുകളുടെ എണ്ണം 122 ആണ്. സംസ്ഥാനത്ത് ഉടനീളമുള്ള ജില്ലകളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ജില്ലയിലുടനീളം, തിരുവനന്തപുരത്തുടനീളം പല പ്രദേശങ്ങളിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും കാട്ടാക്കട മേഖലയിലാണ് വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാട്ടാക്കടയിലെ മേപ്പുക്കട, ഊരാട്ടമ്പലം, മലയങ്കീട്, വിളപ്പിൽശാല, പുളിയറക്കോണം, മൂങ്ങോട് പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് വ്യാപക അപകടം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 5ഓളം വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്. കൂടാതെ ഏകദേശം ഇന്നൊരു ദിവസം മാത്രമായി 30ലധികം കേസുകളാണ് കാട്ടാക്കട അഗ്നിരക്ഷാ നിലയത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ രീതിയിൽ കൃഷിനാശവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗൗതം, തിരുവനന്തപുരത്തുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഹാൻസ് ജോൺ നൽകിയത്. എന്തായാലും മഴക്കെടുതി ശക്തമാവുകയാണ് സംസ്ഥാനത്ത്. മഴ ശക്തമാകുന്നതിനോടൊപ്പം തന്നെ അപകടങ്ങൾ വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.